1 സ്പൂൺ കടുക് വറുത്ത് ഒന്ന് മാറ്റി വെച്ചാൽ ലാസ്റ്റ് ഡെക്കറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തായിട്ട് ചേർക്കേണ്ടത് തക്കാളി കറിവേപ്പിലയുമാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിരിക്കുകയാണ്. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വന്നു. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായത്തിന്റെ പൊടി ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അടുത്തായിട്ട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. 1/4 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അല്പം നല്ല എരിവ് വേണമെങ്കിൽ 1/2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ ഒക്കെ ചേർക്കണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം.